സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അജയ് ഘോഷിൻ്റെ നിലാവ് മാത്രമല്ല. ഒരിക്കലും പറയരുതെന്ന് കരുതിയിരുന്നതാണ്, പക്ഷേ പിഴച്ചുപോയി. രേഖയ്ക്ക് കുറ്റബോധം തോന്നി. വിനയൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ, എഴുത്തുകാരൻ എന്ന വർഗത്തെപ്പറ്റി അത്രയേറെ മതിപ്പോടെ സംസാരിച്ചപ്പോൾ കേട്ടു നിൽക്കാനായില്ല. അങ്ങനെ പറ്റിപ്പോയതാണ്. ഇതാ മഹാജീനിയസിൻ്റെ ഒരു ഗ്രൈൻഡ് സാമ്പിൾ എന്ന് ഒരു ഉദാഹരണ സഹിതം തെളിയിച്ചതാണ്. പക്ഷേ ഗൗതം രാഘവനോട് വിനയന് ഇത്രയധികം ആദരവുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ആ ആദരവിൻ്റെ ആഴം കുറെ കൂടി വ്യക്തമായത് വിനയൻ്റെ പുസ്തക ശേഖരണത്തിൽ നിന്ന് ഒരെണ്ണം കണ്ണിൽപ്പെട്ടപ്പോഴാണ്. അത് ഗൗതം രാഘവൻ്റെ ഏക നോവലായിരുന്നു, ഗുഹാമുഖം. അതിൻ്റെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ക്രിയേറ്റീവ് ജേർണലിസ്റ്റ് വിനയചന്ദ്രന് സസ്നേഹം, ഗൗതം രാഘവൻ. അതിനു താഴെ വിനയൻ്റെ വാക്കുകൾ: ബഷീറിനും വിജയനും ശേഷം മലയാളത്തിന് കിട്ടിയ ഈ മൗലികതയ്ക്ക് എൻ്റെ പ്രണാമം. വല്ലാത്തൊരു കുടുക്കിൽപ്പെട്ടതായാണ് ആ നിമിഷം രേഖയ്ക്ക് തോന്നിയത്. കൂട്ടുകാരിയെ നോവിച്ചവൻ ഭർത്താവിൻ്റെ ആരാധ്യ പുരുഷൻ. മാത്രമല്ല, ഗാഥയുടെയും തൻ്റെയും കാഴ്ചപ്പാടിൽ എവിടെയോ എന്തോ തെറ്റുണ്ടായിട്ടെന്ന് വിനയൻ പറയുകയും ചെയ്യുന്നു. കാരണം വിനയേട്ടൻ അറിയുന്ന ഗൗതം രാഘവൻ മറ്റൊരാളാണ്. അല്പത്തരങ്ങളില്ലാത്ത, ആത്മപ്രശംസ തൊട്ടു തീണ്ടാത്ത, മേഘങ്ങളിൽ ശിരസ് തൊടുന്നത്ര ഉയരമുള്ള ഒരൊറ്റയാൻ. വിനയൻ പറഞ്ഞു. പരസ്പരം പ്രശ്ന ചൊറിയുന്ന സാഹിത്യകാരന്മാരുടെ സംഘത്തിലെങ്ങും ഗൗതം സാറുണ്ടാവില്ല. അവാർഡ് കിട്ടിയെന്നും കിട്ടിയില്ലെന്നും ദുസ്വപ്നം കണ്ട് വെളുപ്പാങ്കാലത്ത് ഞെട്ടിയുണർന്ന് നിലവിളിക്കുന്ന ഗ്രൂപ്പിലും സാറില്ല. ഗാഥയുടെ വിലയിരുത്തൽ ശരിയാണോ എന്നെനിക്ക് സംശയമുണ്ട് രേഖ. കാരണം നീ പറഞ്ഞതല്ല ഞാനറിയുന്ന ഗൗതം രാഘവൻ. രേഖ മിണ്ടിയില്ല. വേണമെങ്കിൽ വീണ്ടും ഗൗതമിനെതിരെ വാദിക്കാം, രേഖയോർത്തു. അയാൾ വൃത്തികെട്ടവനാണെന്ന് തെളിവ് സഹിതം സമർത്ഥിക്കാം. പക്ഷേ വേറൊരു സത്യമുണ്ട്. താനിപ്പോൾ ആ പഴയ കോളേജ് വിദ്യാർത്ഥിനിയല്ല, ഒരു ഭാര്യയാണ്. വിവാഹം കഴിഞ്ഞ് വെറും 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഏതോ ഒരു എഴുത്തുകാരൻ്റെ പേരിൽ ഇങ്ങനെ തർക്കിക്കുന്നത് വിവരക്കേടല്ലേ? കഴുത്തിൽ താലി വീഴുന്നതിന് മുമ്പുള്ള ആ ജീവിതമല്ല ഇനി അങ്ങോട്ട്. ഗാഥയാണെങ്കിൽ ഗൗതം രാഘവൻ എന്ന വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞു. പക്വതയോടെ അവൾ ജീവിതത്തെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവളുടെ ചിന്തയിൽ പോലും ഇപ്പോഴില്ലാത്ത ഒരുത്തിനെപ്പറ്റി പുസ്തകം വായിക്കാത്ത താനെന്തിന് പിന്നെ വേവലാതിപ്പെടണം, തർക്കിക്കണം? ശുദ്ധമണ്ടത്തരം. വിനയേട്ടൻ എഡിറ്ററാണ്. എഴുത്തുകാരുമായി നിതാത ബന്ധം വേണ്ട എഡിറ്റർ. ജോലിയുടെ ഭാഗമാണ് ആ ബന്ധം. താനതിൽ ഇടപെടേണ്ട കാര്യമില്ല. കാരണം അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. രാമനും രാക്ഷസനും ഉണ്ടാവാം എഴുത്തുകാരിൽ. അതിന് തനിക്കെന്ത്? ഈ ജന്മം അവരുമായി യാതൊരു ബന്ധവും തനിക്കുണ്ടാവില്ല. സാഹിത്യലോകം അക്കരെയും താൻ ഇക്കരെയുമാണ്. സാഹിത്യമെന്ന 3 അക്ഷരം താൻ കേൾക്കുന്നത് പോലും ഗാഥയിലൂടെയാണ്. ആ ഗാഥ തന്നെ അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. പിന്നെയാണോ താൻ? ലോകത്തിൽ ഗൗരവപ്പെട്ട എത്രയോ കാര്യങ്ങൾ വേറെ കിടക്കുന്നു. അപ്പോഴാണ് ഒരു ഗൗതമനും രാഘവനും. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് അന്തരീക്ഷം ബോറാക്കരുത്. അതുകൊണ്ട് ഇനി വിനയേട്ടനുമായി ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, രേഖ നിശ്ചയിച്ചു. അങ്ങനെ ഗൗതം രാഘവൻ എന്ന അധ്യായം രേഖ അടച്ചു. അതിസുന്ദരമായ ആപ്പിൾ തിന്നാനായി മുറിച്ചപ്പോഴാണ് ഉള്ളിൽ പുഴുവിനെ കാണുന്നത്. ഗാഥയെപ്പറ്റിയും ഹോട്ടൽ നികുഞ്ചത്തെപ്പറ്റിയും അരവിന്ദ മേനോൻ വിളിച്ചറിയിച്ചപ്പോൾ പെട്ടെന്ന് വിവേകിന് തോന്നിയത് അതായിരുന്നു. ഒരുപാട് നല്ല ഓർമ്മകളുടെ മുഖമടച്ച് അടിയേറ്റെന്ന് തോന്നി. സാരമില്ലടോ, ഭാഗ്യമായി. നമ്മളത് റൈറ്റ് ഓഫ് ചെയ്തു. അരവിന്ദ മേനോൻ അങ്ങനെ വെട്ടിമുറിച്ചപ്പോഴാണ് വിവേക് നടുങ്ങിയത്. എത്രയോ ദിവസങ്ങൾ അയാളുടെ മനസ്സിൽ ആ ആഘാതം അതേ ശക്തിയിൽ നിന്നു. ഇപ്പോഴും അത് ഏറെക്കുറെ അതേമാതിരി തന്നെയുണ്ട്. തൃശ്ശൂർക്കുള്ള യാത്രയിൽ കാറിലിരിക്കെ വിവേക് ഓർത്തു. ഇപ്പോഴും അച്ഛൻ പറഞ്ഞ ആ സംഭവവുമായി മനസ്സ് പൊരുത്തപ്പെട്ടിട്ടില്ല. 2-3 വട്ടം ചോദിച്ചതും അരവിന്ദ മേനോന് ദേഷ്യവും വന്നു. എന്താ, വിശ്വാസമായില്ലേ നിനക്കെൻ്റെ വാക്ക്? അതല്ല. പിന്നെ? ഒന്നുമില്ല. എങ്കിൽ ഫോൺ വെച്ചോളൂ. അങ്ങനെ ഗാഥയെക്കുറിച്ച് അരവിന്ദ മേനോനുമായുള്ള വർത്തമാനം ഒടുങ്ങി. ദിവസങ്ങൾ കടന്നു പോകുന്തോറും പക്ഷേ അച്ഛൻ പറഞ്ഞ മാതിരി ഗാഥ എഴുതി തള്ളാൻ മകനായില്ല. മകൻ അമ്മയെ വിളിച്ചു. മാനസിക പ്രയാസത്തോടെയാണെങ്കിലും വത്സലയുടെ മറുപടി അരവിന്ദ മേനോൻ്റെ മറുപടിയുടെ മറ്റൊലിയായിരുന്നു.
വേണ്ട മോനെ, ആ ബന്ധം നമുക്ക് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചോ? പക്ഷെ അമ്മേ, നമ്മളറിയുന്ന ഗാഥ. വേണ്ടടാ, അത് ഓർക്കാൻ കൂടി എനിക്ക് ത്രാണിയില്ല. നീ ഇനി അത് ഓർക്കണ്ട. വത്സല കൂടി നിരാകരിച്ച് സംസാരിച്ചതോടെ വാതിൽ പൂർണ്ണമായും അടഞ്ഞതായി വിവേകിന് മനസ്സിലായി. പിന്നെ വളരെ ദിവസങ്ങൾ സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു അയാൾ, ഗാഥയെ മറക്കുക. അതിനിടെയാണ് വത്സലയുടെ വിളി വന്നത്. പുതിയ വിവാഹാലോചനയായിരുന്നു വിഷയം. പത്രത്തിലെ മാട്രിമോണിയിൽ പേജിൽ 4 പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം നന്ന്. 2 കുട്ടികൾക്കും ബംഗളൂരുവിൽ തന്നെയാണ് ജോലി. ഒരാൾ ബാങ്കിലും മറ്റേയാൾ അവിടെ ഒരു സ്വകാര്യ IT സ്ഥാപനത്തിലും. വത്സല പറഞ്ഞു, 2 നിനക്ക് നേരിട്ട് അന്വേഷിക്കാമല്ലോ. കൂടുതൽ യോജിക്കുന്നത് സെലക്ട് ചെയ്യാമല്ലോ. ഞങ്ങളുടെ ജോലി അത്രയും കുറയുകയും ചെയ്യും. എല്ലാം കൊണ്ടും ചേരുമെങ്കിൽ വിവാഹം കഴിഞ്ഞ് 2 പേർക്കും അവിടെ തന്നെ ഉദ്യോഗം നോക്കിക്കൊണ്ട് സുഖമായി ജീവിക്കാം. നാളും മറ്റു കാര്യങ്ങളും പൊരുത്തമുള്ളതുകൊണ്ട് അച്ഛൻ ഈ ആലോചനകളിൽ 2ലും പ്രതീക്ഷയുണ്ട്. എന്തു പറയുന്നു? പരസ്യത്തിൻ്റെ വിശദവിവരം അച്ഛൻ ഇമെയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും സമയം കളയണ്ട, വേഗം തീരുമാനം അറിയിച്ചോളൂ. 2ാമത്തെ നടുക്കമാണ് വിവേകിൽ അമ്മയുടെ ഫോൺ കോൾ ഉണ്ടാക്കിയത്. അതിൻ്റെ ഫലമാണ് ഈ തൃശ്ശൂർ യാത്ര. വിവേകിൻ്റെ കാർ പെട്ടെന്ന് ഗേറ്റിങ്ങിൽ കണ്ടതും അരവിന്ദ മേനോൻ സംശയിച്ചു. ഇവൻ്റെ ഈ ഓടിപ്പിടിപ്പുള്ള വരവിനെന്തിന്? വെറുതെ എന്ന് വിവേക് ആദ്യം പറഞ്ഞെങ്കിലും അല്പം കഴിഞ്ഞപ്പോൾ അയാൾക്ക് തൻ്റെ മനസ്സ് പുറത്തെടുക്കേണ്ടി വന്നു. അത്താഴം കഴിഞ്ഞാൽ അരവിന്ദ മേനോന് മുറ്റത്തൊരു ഉലാത്തുണ്ട്. അപ്പോഴാണ് വിവേക് അടുത്തു ചെന്നത്. മെയിൽ വായിച്ചോ? അരവിന്ദ മേനോനാണ് തുടങ്ങിയത്. ഉവ്. 2ൽ ഏതാ ബെറ്ററായി നിനക്ക് തോന്നിയത്? ഒരു നിമിഷം നിശബ്ദനായി നിന്ന ശേഷം പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം അച്ഛനോട് ചോദിക്കാനാണ്. ചോദിച്ചോളൂ. അച്ഛന് ദേഷ്യം വരരുത്. അരവിന്ദ മേനോൻ അതിനുത്തരം പറഞ്ഞില്ല. പക്ഷേ ഒരപകടത്തിൻ്റെ കാലൊച്ച അയാൾ കേട്ടു. അച്ഛൻ്റെ മൗനം ഉത്കണ്ഠയോടെ ശ്രദ്ധിച്ചിട്ട് വിവേക് മെല്ലെ തുടർന്നു. വിശ്വങ്ങളും അച്ഛനുമായുള്ള അടുപ്പം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ. ചെറുപ്പം തൊട്ടേ അറിയാവുന്നതാണല്ലോ ഗാഥയെ. അതെ, മുമ്പൊരിക്കലും ഗാഥയുടെ ക്യാരക്ടറിനെ പറ്റി നെഗറ്റീവായി ഒന്നും തന്നെ നമുക്കാർക്കും തോന്നിയിട്ടില്ല. പറഞ്ഞോളൂ. ആ നിലയ്ക്ക് പെട്ടെന്നൊരു സംഭവം കൊണ്ട് ഒരു അസസ്മെൻറ്റിലെത്തുന്നത് ശരിയാവുമോ? അരവിന്ദ മേനോൻ വിവേകിന് നേരെ തിരിഞ്ഞു. ഒരർത്ഥമില്ലാതെയല്ല ഞാൻ നിനക്ക് വിവേക് എന്ന് പേരിട്ടത്. അർത്ഥമറിഞ്ഞു തന്നെയാണ്. നിന്നെ വളർത്തിയതും ആ പേരിന് ചേർന്ന രീതിയിൽ നീ ആയി തീരണമെന്ന് ആഗ്രഹിച്ചാണ്. അതായത് ഈ സംസാരിക്കുന്നത് വരെ സ്വന്തം പേരിനോട് നീ നീതി കാട്ടിയിട്ടുണ്ട്. ബട്ട് നൗ യു സ്പീക്ക് നോൺസെൻസ്. അച്ഛാ, ഞാൻ കൈയെടുത്ത് തടഞ്ഞ് അരവിന്ദ മേനോൻ ചോദിച്ചു. കൈ പൊള്ളുമ്പോഴാണ് തീ അപകടകാരിയാണെന്ന് മനസ്സിലാവുന്നത് അല്ലേ? ഈശ്വരൻ പല സിറ്റുവേഷനിലേക്ക് നമ്മളെ എത്തിക്കും, അതിൽ നിന്ന് പാഠം പഠിക്കാനും തീരുമാനമെടുക്കാനും. ആ ഹോട്ടൽ സീൻ അങ്ങനെയൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. യു ആർ മൈ സൺ. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വതയായി. ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ദിവസങ്ങളും ചിലപ്പോൾ വർഷങ്ങളും വേണ്ടിവരും. എന്നാൽ ചിലതിന് വെറുമൊരു സൂചന മതി. ദൈവം അങ്ങനെയൊരു സൂചന നമുക്ക് തന്നു. സ്വർണ്ണമോതിരമാണെങ്കിലും ചെളിക്കുണ്ടിൽ വീണാൽ അതവിടെ ഉപേക്ഷിക്കുകയാണ് ബുദ്ധി. നെഞ്ചു നുറുങ്ങി വിവേക് നിന്നു. അതുപോട്ടെ, ആ 2 കുട്ടികളും ബംഗളൂരുവിലാണ്, ശ്രദ്ധിച്ചില്ലേ? ഉവ്. ഞാനിതുവരെ വിളിച്ചില്ല. നീ വന്ന സ്ഥിതിക്ക് നാളെ തന്നെ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. ഇത്ര തിടുക്കം വേണോ അച്ഛാ? വേണം. പോയി കിടന്നോളൂ. എൻ്റെ നടത്തം മുടങ്ങി. അരവിന്ദ മേനോൻ വീണ്ടും ഉലാത്താൻ തുടങ്ങിയതും വിവേക് മുറിയിലേക്ക് നടന്നു. തീരെ ഉന്മേഷമില്ലാത്ത ആ പോക്ക് കണ്ട് അരവിന്ദ മേനോൻ തീരുമാനിച്ചു, നാളെ തന്നെ ആ 2 നമ്പറുകളിലേക്കും വിളിക്കണം. ഇനി വൈകിച്ചുകൂടാ. ചെറുപ്പക്കാരുടെ മനസ്സാണ്. വിവേക് ആകട്ടെ ആ രാത്രി മുഴുവനും ഉറങ്ങാതെ കിടന്നു. അച്ഛൻ്റെ തിരക്കിട്ട നീക്കം തടയണമെന്നുണ്ട്. പക്ഷേ അച്ഛൻ്റെ വാദമുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള തെളിവുകൾ തൻ്റെ പക്കലില്ല. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. അച്ഛനാണെങ്കിൽ ഗാഥയെപ്പറ്റി ഉറപ്പിച്ചു തന്നെ പറയുന്നു. ചെളിക്കുണ്ടിൽ വീണ് സ്വർണ്ണമോതിരം, അതാണ് ഉപമ. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ മകളെപ്പറ്റിയാണ് പറയുന്നത്. തെളിവില്ലാതെ അച്ഛനെപ്പോലൊരാൾ അങ്ങനൊരു ഉപമ കണ്ടെത്തില്ല. പക്ഷേ ഗാഥയ്ക്ക് അങ്ങനെയൊരു വീഴ്ച പറ്റുമെന്ന് തനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. അങ്ങനെയല്ല ഗാഥ എന്ന് മനസ്സ് ആവർത്തിക്കുന്നു. പിന്നെ എവിടെയാണ് പിഴ പറ്റിയത്? ആർക്കാണ്?
ഉറക്കം നാടുവിട്ട ആ രാത്രിയൊക്കൊടുവിൽ വിവേക് നിശ്ചയിച്ചു. അതനുസരിച്ച് പിറ്റേന്ന് മോർണിംഗ് വാക്കിനെന്ന ഭാവത്തിൽ പുറത്തുപോയി. അയാൾ ഗാദയ്ക്ക് ഫോൺ ചെയ്തു. ഗാദേ, ഞാനാണ്. മനസ്സിലായി. ഞാൻ ബംഗളൂരിൽ നിന്നല്ല വിളിക്കുന്നത്, തൃശ്ശൂരിൽ നിന്നാ. ഗാദ മിണ്ടിയില്ല. എനിക്ക് ഗാദയെ നേരിട്ടൊന്ന് കാണണമെന്നുണ്ട്, സംസാരിക്കാനുണ്ട്. ഇനിയുമോ? അച്ഛൻ പറഞ്ഞു തന്നില്ലേ കാര്യങ്ങൾ? അതെനിക്ക് വിശ്വാസമായിട്ടില്ല. ഞാൻ പറയുന്നതേ വിശ്വസിക്കൂ എന്നാണോ? വിവേക് ഒന്ന് പതറി. സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് എനിക്കറിയണം. അച്ഛൻ പറഞ്ഞതല്ല സത്യമെന്ന് തോന്നിയാൽ വിവേക് എന്തു ചെയ്യും? അച്ഛനോട് എൻ്റെ അഭിപ്രായം പറയും. അഭിപ്രായമോ തീരുമാനമോ? അതെ, തീരുമാനം. എന്ന് വച്ചാൽ എന്നെ സംശയമില്ലെന്നും എന്നെ തന്നെ വിവാഹം കഴിക്കുമെന്നും? അതെ. അച്ഛൻ എതിർക്കുമെന്നത് ഉറപ്പാണല്ലോ. അപ്പോൾ വാട്ട് നെക്സ്റ്റ്? ഇതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാനാണോ ഗാദേ? ആദ്യം നമുക്ക് സംസാരിക്കാം. സംഭവിച്ചതെന്താണെന്ന് വ്യക്തമായി അറിയണമെന്ന് എനിക്കുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അതിൻ്റെ ആവശ്യമില്ല വിവേക്. ഗാദയുടെ മറുപടി കേട്ടതും വിവേക് പകച്ചു. അതെന്താ? വിവേകിൻ്റെ യാത്രാക്കൂലിയും സമയവും മെനക്കെടുത്തലാവുമത്. ഇത്രയും നാള് അനുസരണയുള്ള മകനായിരുന്നിട്ട് ഇനി ഈ ഒരു ടോപ്പിക്കിൻ്റെ പേരിൽ ആ നല്ല റെക്കോർഡ് ഇല്ലാതാക്കണ്ട. പിന്നെ എൻ്റെ വിശദീകരണം വിവേകിന് സത്യമായി തോന്നണമെന്നുമില്ല. ഒരുപക്ഷെ വിവേകിന് വിശ്വാസമായാലും ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. കാരണം വിവേകിനെ എൻ്റെ ലൈഫ് പാർട്ട്ണറായി ഒരിക്കലും ഞാൻ കണ്ടിട്ടേയില്ല. പകച്ചുപോയി വിവേക്. സത്യമാണോ ഗാദെ പറയുന്നത്? ഈ വിഷയത്തിൽ നുണ പറഞ്ഞാൽ അത് സ്വയം വഞ്ചിക്കലാണ്. അപകടത്തിൽ ചെന്ന് ചാടലാണ് രണ്ടുപേരും. എന്ന് വെച്ചാൽ ഗാദയുടെ മനസ്സിൽ ഞാൻ ഒരു ഫ്രണ്ട്, അതിനപ്പുറം ഇല്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിലത് സംഭവിച്ച സ്ഥിതിക്ക് ആ ബന്ധവും ഇവിടെ തീരുന്നു. അതുകൊണ്ട് വിവേക് ഇനി എന്നെ വിളിക്കരുത്. ഗാദേ, ക്ഷമിക്കണം, ഈ കോൾ ഞാൻ കട്ട് ചെയ്യുകയാണ്. ഗുഡ് ബൈ. കാതിൽ ഗാദയുടെ ശബ്ദം നിലച്ചു. വെളുപ്പാൻ കാലമായിട്ടും വിവേക് വിയർത്തു. നിലത്തുറഞ്ഞുപോയ പാദങ്ങൾ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ അയാൾ നിന്നു. പിറ്റേന്ന് കാലത്ത് ബംഗളൂരുവിലേക്ക് അയാൾ യാത്ര പുറപ്പെടുമ്പോഴാണ് അരവിന്ദ മേനോൻ പുതിയ വിവരം പറഞ്ഞത്. ഇന്നലെ ഞാൻ ആ 2 നമ്പറിലും കോൺടാക്ട് ചെയ്തിരുന്നു. IT സ്ഥാപനത്തിലെ കുട്ടിയെ വേണ്ടെന്ന് വെച്ചു. ഒന്നാമത് പ്രൈവറ്റ് കമ്പനി, ജോലിക്ക് ഗ്യാരണ്ടി ഉണ്ടാവില്ല. പിന്നെ ജോലിയുടെ സ്വഭാവം, പെണ്ണായാലും ഡേ ആൻഡ് നൈറ്റ് ജോലി ചെയ്യേണ്ടി വരും. അത് നിനക്കറിവുള്ള കാര്യമാണല്ലോ. ജോലി കഴിഞ്ഞ് നീ വീട്ടിലെത്തുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു തരാൻ അവിടെ ഭാര്യ ഉണ്ടാവില്ല. അതാണോ പ്രൊഫഷൻ്റെ മൈനസ് പോയിൻ്റ്? മറ്റേ കുട്ടിയൊക്കെ ആവുമ്പോൾ ഈ വക ഗുലുമാലൊന്നുമില്ല. കൃത്യമായൊരു വർക്കിംഗ് ടൈം ഉണ്ടല്ലോ ബാങ്ക് ജോബിന്. സന്ധ്യ മയങ്ങാനതിന് മുന്നേ ലേഡി സ്റ്റാഫിന് വീട്ടിലെത്താം. വിവേക് ഒന്നും പറഞ്ഞില്ല. അച്ഛൻ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നീക്കുകയാണെന്ന് അയാൾ അറിഞ്ഞു. ഗാദയിലേക്ക് മകൻ ചാഞ്ഞു പോകുമോ എന്ന ഭയം. അർത്ഥമില്ലാത്ത ഭയമാണച്ചാ. ഇനി അത് സംഭവിക്കാൻ പോകുന്നില്ല. അവർ ഒറ്റപ്പാലത്തുകാരാണ്, അരവിന്ദ മേനോൻ തുടർന്നു. പക്ഷേ 8-10 കൊല്ലമായി അവിടെ സെറ്റിൽഡാ. അപ്പോഴേക്കും വത്സലയും രംഗത്തെത്തി. വിവരണത്തിൻ്റെ ബാക്കി ഭാഗം വത്സല ഏറ്റെടുത്തു. 2 മക്കളാ. അർച്ചനയുടെ ഏട്ടൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബവുമായി ദുബായിൽ. ബംഗളൂരുവിലെ വീട്ടിലിപ്പോൾ അർച്ചനയും അച്ഛനും അമ്മയും മാത്രം. ഒറ്റപ്പാലത്തെ തറവാട്ടിലാണ് മുത്തച്ഛനും മുത്തശ്ശിയും. വിവേക് കേട്ടു നിന്നു. അർച്ചന നല്ല പേരല്ലേ? വിവേക് തലയാട്ടി. അർച്ചന മാത്രമല്ല, അരുണയും അഞ്ജനയും ആതിരയും നല്ലതാണ്. ഏതു പേര് നല്ലതാണ്. ആരായാലും തനിക്കിനി എതിർപ്പില്ല. കാരണം ഗാഥവാതിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ഇനി ഏതും തുല്യം. അരവിന്ദ മേനോൻ പിന്നെയും പലതും പറഞ്ഞു. ബംഗളൂരുകാർക്ക് ആ ആലോചനയിൽ അതീവ താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും വിവേക് ബംഗളൂരുവിലാണെന്നറിഞ്ഞതോടെ മകളുടെ ഗ്രഹനില വായുവേഗത്തിൽ അയക്കുന്നതാണ്. വിവേകിൻ്റേത് അതേ വേഗത്തിൽ തന്നെ കിട്ടിയാൽ ബാക്കി കാര്യങ്ങളെപ്പറ്റി താമസമില്ലാതെ തീരുമാനിക്കാം. പെണ്ണുകാണൽ ബംഗളൂരുവിൽ വെച്ചെങ്കിൽ അങ്ങനെ തന്നെ. അതല്ല, ഒറ്റപ്പാലത്ത് വെച്ച് വേണമെങ്കിൽ അങ്ങനെ. എല്ലാം അരവിന്ദ മേനോൻ്റെ ഇഷ്ടം. വിവേക് മനസ്സിൽ പറഞ്ഞു. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ആ രാത്രിയിൽ പായുന്ന ട്രെയിനിൽ AC കോച്ചിൽ ബ്ലാങ്കറ്റിനിടയിൽ കിടക്കവേ കുറേ വർഷങ്ങൾക്കപ്പുറത്ത് അടുത്തടുത്ത വീടുകളിൽ ഒന്നിച്ചു കളിച്ചു വളർന്ന ഒരാൺകുട്ടിയെയും പെൺകുട്ടിയുടെയും രൂപത്തിൽ മുമ്പിലെത്തി. ശരീരത്തോടൊപ്പം വളർന്ന മനസ്സുകൾ, സ്വപ്നങ്ങൾ. പക്ഷേ സ്വപ്നം കണ്ടത് ഞാൻ മാത്രമായിരുന്നോ?
താൻ അവൾക്ക് വെറും കൂട്ടുകാരൻ മാത്രമായിരുന്നു എന്ന് അവൾ പറയുന്നു. സത്യമാണോ അത്? അപ്പോൾ അവളുടെ മനസ്സിലെ പുരുഷൻ ആരാണ്? അയാളെ കാണാനായിരുന്നോ ആ ഹോട്ടലിലേക്ക് അവൾ പോയത്? ആരാണയാൾ? അല്ലെങ്കിൽ ഇനി അതൊക്കെ അറിഞ്ഞിട്ടെന്ത്? എല്ലാം അവസാനിപ്പിച്ച് അടിവരയിട്ട് ഗാഥ പേജ് മറച്ചിരിക്കുന്നു. ഇനി വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, വിളിക്കില്ല. പക്ഷേ ഓർക്കരുതെന്ന് മാത്രം പറയരുത്. അത് പറയാൻ അവൾക്ക് അവകാശമില്ല. ശാരദാമ്മയുടെ ശബ്ദമാണ് ഉണർത്തിയത്. ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. വിശ്വനാഥൻ നായർ ഉച്ചമയക്കമായിരുന്നു. പത്രം വായിച്ച് മയങ്ങിപ്പോയതാണ്. ആരാ? കോളേജിലെ സാറാണെന്ന് പറഞ്ഞു. വിശ്വനാഥൻ നായർ ആലോചിച്ചു. കോളേജിലെ സാർ? റിട്ടയർ ചെയ്ത ശേഷം അങ്ങനെ പഴയ സഹപ്രവർത്തകരാരും കാണാൻ വരാറില്ല. പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ വല്ല മീറ്റിങ്ങും ഉണ്ടെങ്കിൽ സുവോളജിയിലെ അയ്യർ സാർ വിളിച്ചു പറയാറുണ്ട്. പിന്നെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ ശിവരാജനോ പോൾ സാറോ ഇടയ്ക്ക് വിളിക്കും. രണ്ടുപേർക്കും ഇനിയും 4-5 കൊല്ലമുണ്ട് പിരിയാൻ. കോളേജിലെ വാർത്തകൾ അവരിലൂടെ അറിയാറുണ്ട്. അവരിൽ ആരെങ്കിലും ആവുമോ? പക്ഷേ അതിനൊരു സാധ്യതയില്ല. വിശ്വനാഥൻ നായർ ബെഞ്ചിൽ നിന്നുയർന്ന് വീണ്ടുന്ന പത്രവും എടുത്ത് എറിയത്തേക്ക് ചെന്നു. അവിടെ വെള്ള ഫുൾ സ്ലീവ് ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ചൊരു യുവാവ്. കട്ടിമീശയാണ് ആദ്യം ശ്രദ്ധയിൽ പതിഞ്ഞത്. പക്ഷേ ചുണ്ടിലെ ചിരി 100% വിനയൻ്റേതാണെന്ന് ശരീരഭാഷയും. ആരാ? വിശ്വനാഥൻ നായർ ചോദിച്ചു. സാറിനെ ഓർമ്മിക്കുന്നുണ്ടാവില്ല. NSS കോളേജിൽ ഡിഗ്രിക്ക് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സാർ. ശിഷ്യനാണ്. വിശ്വനാഥൻ നായരുടെ കണ്ണുകളിൽ സ്വാഭാവികമായി വാത്സല്യത്തിൻ്റെ ഒരു രശ്മി തെളിഞ്ഞു. എന്താ തൻ്റെ പേര്? രവികൃഷ്ണൻ. വിശ്വനാഥൻ നായർ ഓർമ്മയിലേക്കൊന്ന് നോക്കി. ഒന്നുകിൽ അത് സമർത്ഥൻ, അല്ലെങ്കിൽ അപാരശല്യക്കാരൻ. ഈ രണ്ടിലേതെങ്കിലും വിഭാഗത്തിൽ മാത്രമേ പെൻഷൻ പറ്റിയ ഗുരുവിനക്കന്മാർ പെട്ടെന്ന് ഓർക്കാറുള്ളൂ. ഈ യുവാവ് ഇതിലേതാണ്? ഞാനതിൽ രണ്ടിലും പെടില്ല. രവികൃഷ്ണൻ ചിരിച്ചു. സാർ കാരണമാണ് ഞാൻ മാത്സിൽ തന്നെ ഉറച്ചു നിന്നത്. അച്ഛൻ്റെ നിർബന്ധത്തിലാണ് മാത്സ് എടുത്തത്. എൻ്റെ ചായ്വ് ഇക്കണോമിക്സിനോടായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ വളരെ അപ്സെറ്റായിരുന്ന എന്നെ ഉപദേശിച്ചൊടുവിൽ കണക്കിൻ്റെ ആരാധകനാക്കി മാറ്റിയത് സാറായിരുന്നു. ഓഹോ, അങ്ങനെയായിരുന്നോ? വിശ്വനാഥൻ നായർ പുഞ്ചിരിച്ചു. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഗവൺമെൻറ് കോളേജിലേക്ക് സ്ഥലമാറ്റം കിട്ടി. ലെക്ചറർ? അതെ സാർ. സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ. ഭാഗ്യം ഒന്നുകൂടിയുണ്ട്. കിട്ടിയ കസേര സാറിരുന്ന കസേരയുടെ തൊട്ടു വലതു ഭാഗത്ത്. വാട്ട് എ ഗ്ലാഡ് ന്യൂസ്. താൻ എന്താടോ നിൽക്കുന്നത്? ഇരിക്കടോ. മുന്നിലെ സോഫ ചൂണ്ടിക്കാട്ടി വിശ്വനാഥൻ നായർ പറഞ്ഞു. പക്ഷേ ഗുരുനാഥൻ ഇരുന്നിട്ടേ ശിഷ്യനിരുന്നുള്ളൂ. പിന്നെ വർത്തമാനം വിശദമായി. അച്ഛൻ ഇൻകം ടാക്സ് വകുപ്പിൽ, അമ്മ സ്കൂൾ ടീച്ചർ, ഒരനിയത്തി ബാങ്കിൽ. പോൾസൺ സാറാണ് ഈ അഡ്രസ്സ് തന്നതും കൃത്യമായി വഴി പറഞ്ഞു തന്നതും. വിശ്വനാഥൻ നായരുടെ ഹൃദയം നിറഞ്ഞു. അയാൾ ശാരദാമ്മയെ വിളിച്ച് ശിഷ്യനെ പരിചയപ്പെടുത്തി. ഫാമിലിയൊക്കെ? ആയിട്ടില്ല. അതെന്ത്? ഉദ്യോഗമായിട്ട് 5ാമത്തെ കൊല്ലമല്ലേടോ. എന്തിനാ വൈകിക്കുന്നത്? അച്ഛൻ്റെ അന്ത്യശാസനം തന്നിട്ടുണ്ട്. ഈ കൊല്ലം നടന്നിരിക്കണമെന്ന്. ന്യായമല്ലേ അച്ഛൻ പറഞ്ഞത്? വിശ്വനാഥൻ നായർ ചോദിച്ചു. ഗുരു നിർബന്ധിച്ചാൽ അന്ന് മാത്തമാറ്റിക്സിനെ സ്നേഹിച്ചതുപോലെ ഇന്ന് ഈ നിമിഷം താൻ വിവാഹത്തിനും സമ്മതിച്ചേക്കുമെന്ന് രവികൃഷ്ണനും തോന്നി. തന്നെയുമല്ല, താഴെ ഒരനീതിയുമില്ലേ? അതിൻ്റെ കാര്യം നോക്കണ്ടേ? ശാരദാമ്മ ചോദിച്ചു. രവികൃഷ്ണൻ വിചാരിച്ചത് തന്നെ സംഭവിച്ചു. പഴയ ക്ലാസ് റൂമിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയും പോലെ വിശ്വനാഥൻ നായർ പറഞ്ഞു. ഈ കൊല്ലം തന്നെ താൻ പെണ്ണ് കെട്ടണം കേട്ടോ. രവികൃഷ്ണൻ പുഞ്ചിരിയോടെ തലകുലുക്കി. ചായ പലഹാരങ്ങൾക്ക് ശേഷം അയാൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വെയിൽ ചാഞ്ഞിരുന്നു. അയാളുടെ ശിരസിന് മേൽ ഗുരുനാഥൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഗേറ്റ് കിടക്കവേ അയാൾക്കെതിരെ ഗാഥ കടന്നു വന്നു. ബാങ്കിലേക്കുള്ള പുതിയ എഴുത്തു പരീക്ഷ കഴിഞ്ഞുള്ള വരവായിരുന്നു. രവികൃഷ്ണൻ ഗാഥയെ നോക്കി. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ഇതാവും ഗാഥ. ഹൃദ്യമായ പേര് മാത്രമല്ല. രവികൃഷ്ണൻ പുഞ്ചിരിച്ചു. ഗാഥയാവട്ടെ നിസ്സംഗമായി അയാളെ കടന്നുപോയി. ഇറയത്തേക്ക് കയറിയ ഗാഥയോട് ശാരദാമ്മ പറഞ്ഞു. അച്ഛൻ്റെ ശിഷ്യനാ പോയത്. ഇപ്പോൾ നിൻ്റെ കോളേജിലാ സാറാ. ഗാഥ വിശ്വനാഥൻ നായരുടെ നേർക്ക് നോക്കി. അയാളൊന്നും പറഞ്ഞില്ല. പക്ഷേ ആത്മാഭിമാനത്തിൻ്റെ ഒരു ചിരി ആ മുഖത്ത് ഗാഥ കണ്ടു.
വിശേഷമൊന്നും പറയാതെ ഗാഥ അകത്തേക്ക് പോയതും വിശ്വനാഥൻ നായർ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അയാളൊന്നും പറഞ്ഞില്ല. എങ്കിലും ആ നോട്ടത്തിൻ്റെ സൂചന ശാരദാമ്മ ഊഹിച്ചു. മകളെ സ്നേഹിക്കുന്ന ഏതച്ഛൻ്റെയും നോട്ടം. അതിൻ്റെ അർത്ഥം ഒന്നേയുള്ളൂ, ഏതൊരമ്മയ്ക്കും ഗ്രഹിക്കാവുന്ന അർത്ഥം. അകലെ രവികൃഷ്ണൻ നടന്നു മറയുന്നത് അവർ രണ്ടുപേരും കണ്ടു. ഗാഥ ആ പേര് മാഞ്ഞില്ല. മുഖവും. മടക്കയാത്രയിൽ അവർ രണ്ടും രവികൃഷ്ണനോടൊപ്പം സഞ്ചരിച്ചു. പിറ്റേന്ന് കോളേജിൽ വെച്ച് ക്ലാസ്സിലേക്ക് പോകും വഴി എതിരെ വന്ന ഗാഥയെ കണ്ടതും കഴിഞ്ഞ ദിവസത്തെ പരിചയത്തിൽ അയാൾ ചോദിച്ചു, ഗാഥയല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടോ? അവൾ ചിരിച്ചു. എൻ്റെ അച്ഛൻ്റെ സബ്ജക്റ്റിന് പകരം ലിറ്ററേച്ചർ തിരഞ്ഞെടുത്തത്? സാഹിത്യത്തോടാണോ ചായ്വ്? കുഴിച്ചിട്ടൊരു ശവം പെട്ടെന്ന് അതിൻ്റെ അളിഞ്ഞു വികൃതമായ മുഖവും കൊണ്ട് എഴുന്നേൽക്കുന്നതാണ് ഗാഥ കണ്ടത്. അല്ല, മാത്സിൽ മോശമായതുകൊണ്ടാണ്. എന്നെ മാത്സ്യകാരനാക്കിയത് ഗാഥയുടെ അച്ഛനാണ്. ഇല്ലെങ്കിൽ എന്നെ കാണുമായിരുന്നത് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഗാഥ ഇത് ഫൈനൽ ഇയർ ആണ് അല്ലേ? അതെ. അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ആദ്യ ഡയലോഗ്. അടുത്ത ദിവസങ്ങളിൽ കോളേജിൽ എവിടെയൊക്കെയോ വെച്ച് അവളെ അയാൾ വീണ്ടും കണ്ടു. ഒറ്റയ്ക്ക് നടക്കുന്ന പെൺകുട്ടി. അഥവാ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും അവൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിച്ചു. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളെപ്പോലെ കൂട്ടുകാരുമായി കലപില സംസാരമില്ല, ബഹളമില്ല, പൊട്ടിച്ചിരിയില്ല. ലക്ഷ്യബോധമുള്ളൊരു നല്ല PG വിദ്യാർത്ഥിനിയുടെ മാതൃക. കമ്മിറ്റഡായ അച്ഛൻ്റെ കമ്മിറ്റഡായ മകൾ. കുറേ നാളായി നിർത്തിവച്ചിരുന്ന ഡയറി എടുത്ത് ഗാഥയെ കണ്ടതു മുതൽ രവികൃഷ്ണൻ വീണ്ടും തുടങ്ങി. അയാൾ എഴുതി, ചില കാര്യങ്ങളില്ലെങ്കിലും ലേശം വൈകിയില്ലേ സംഭവിക്കുന്നത് തോന്നിപ്പോകുന്നു. ഈ ട്രാൻസ്ഫർ കുറഞ്ഞ പക്ഷം കഴിഞ്ഞ കൊല്ലമെങ്കിലും ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം 2 ദിവസം കഴിഞ്ഞാണ് രവികൃഷ്ണൻ ആ വാചകം പൂർത്തിയാക്കിയത്. കാരണം ഗാഥയാണ്. ഗാഥ ഇത് അവസാന വർഷമാണ്. ഈ അവസാന വർഷം തന്നെ അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. വൈകിപ്പോയില്ലേ എൻ്റെ ഈ വരവ്? ഇത് കഴിഞ്ഞ കൊല്ലമാകാമായിരുന്നില്ലേ? 4 ദിവസങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും എഴുതി. ഇതുവരെ ആകെ എത്ര വാക്കുകൾ മിണ്ടിയിട്ടുണ്ടാവും പരസ്പരം? മിണ്ടിയത് തന്നെ വളരെ ഔപചാരികം. ക്ലാസ് കഴിഞ്ഞോ? അല്ലെങ്കിൽ അച്ഛന് സുഖമാണല്ലോ? ഗാഥയുടെ ഉത്തരമാണെങ്കിൽ ചോദ്യത്തിൻ്റെ നേർ പകുതിയായി. 4/1 വലിപ്പത്തിൽ. കുറച്ചു നാളായി അമ്മയും അച്ഛനും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് ഇത്ര നാളും വ്യക്തമായ മറുപടി ഇല്ലായിരുന്നു. ഇപ്പോൾ ആ മറുപടി കിട്ടിയിരിക്കുന്നു. അതിന് വെറും 2 അക്ഷരം മാത്രം. ഗാഥ. അങ്ങനെ സ്ഥലം മാറി വന്നതിൻ്റെ അടുത്ത മാസം ആദ്യം തന്നെ രവികൃഷ്ണൻ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു. എൻ്റെ കോളേജിലെ കുട്ടിയാണ്. അതിലും പ്രധാനം എൻ്റെ പഴയ പ്രൊഫസറുടെ മകളാണ്. പേര് ഗാഥ. സാറിനോട് ഞാൻ ഇതുവരെ ഈ വിഷയം സൂചിപ്പിച്ചിട്ട് പോലുമില്ല. 2-3 ദിവസത്തിനുള്ളിൽ അവിടെ ചെന്ന് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. സംസാരിക്കാൻ ചെറിയൊരു ചമ്മലുണ്ട്. സാർ അനുകൂലമായാൽ അച്ഛനും അമ്മയും ഒന്ന് വന്ന് പെണ്ണിനെ കാണുമോ? ഫോൺ ചെയ്ത് കഴിഞ്ഞതും രവികൃഷ്ണന് ജാള്യത തോന്നി. പറഞ്ഞത് അച്ഛനോടാണെന്ന് ഒരു നിമിഷം മറന്നുപോയോ താൻ? ആവേശം ലേശമേറിപ്പോയിരുന്നോ? സ്വരത്തിലും വാക്കിലും ഒരു കാമുകൻ്റെ തിടക്കം കടന്നുകൂടിയിരുന്നോ? പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? താൻ കാമുകനല്ല. ഗാഥയോട് അടുത്തിടപഴകിയിട്ടില്ല. അധ്യാപകനാണെങ്കിലും ഗാഥയുടെ അധ്യാപകനല്ല. പിന്നെ എങ്ങനെ? അച്ഛൻ എന്ത് തോന്നിക്കാണുമോ? നാളിതുവരെ സുഹൃത്ത് പോലുമില്ലാത്ത താൻ പെട്ടെന്നൊരു പെൺകുട്ടിയെപ്പറ്റി ശുപാർശ ചെയ്യുകയെന്ന് വെച്ചാൽ വല്ല പ്രേമമോ മറ്റോ ആയിരിക്കുമെന്ന് സംശയിക്കുമോ? ന്യായമായും സംശയിക്കാം. എന്നാൽ രവികൃഷ്ണൻ്റെ അച്ഛനമ്മമാർ അങ്ങനെയൊന്നും വിചാരിക്കില്ല. മറിച്ച് അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത്, പ്രൊഫസറെ ചെന്ന് കാണുക, ധൈര്യമായി പെണ്ണ് ചോദിക്കുക. അതോടെ രവികൃഷ്ണൻ അങ്കലാപ്പിലായി. ഡിഗ്രി ക്ലാസ്സിൽ പ്രൊഫസർ വിശ്വനാഥൻ നായരുടെ മുന്നിലിരിക്കുന്ന ആ പഴയ വിദ്യാർത്ഥിയാണ് താനിപ്പോഴുമെന്ന് അയാൾക്ക് പെട്ടെന്ന് തോന്നി. ചോദിക്കേണ്ടത് ഗുരുവിൻ്റെ മകളെയാണ്. സാർ എന്ത് വിചാരിക്കും? ഈ ഒരു ലക്ഷ്യം വെച്ചാണ് ഗുരുഭക്തിയുടെ മൂടുപടമണിഞ്ഞ് അന്ന് വീട്ടിലെത്തിയെന്ന് സംശയിക്കുമോ? ഇത്തരം ചിന്തകളുടെ ചിന്താവലയത്തിൽ കുടുങ്ങി രവികൃഷ്ണൻ കുഴങ്ങി. അച്ഛനുമായി സംസാരിച്ചതിൻ്റെ 3-ാം ദിവസം. അന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ ജോർജ് തോമസിൻ്റെ റിട്ടയർമെൻറ്റ് ദിവസമാണ്. വൈകിട്ട് ഹോട്ടൽ മേഫെയറിൽ സെൻഡ് ഓഫ് പാർട്ടി വെച്ചിട്ടുണ്ട്.
കോളേജ് റോഡിലെ ഭേദപ്പെട്ട ഹോട്ടലാണ് മേഫെയർ. രവികൃഷ്ണൻ ക്ലാസ് കഴിഞ്ഞ് താമസിക്കുന്ന ലോഡ്ജിൽ പോയി. ഒരു മേൽക്കഴുകലൊക്കെ കഴിഞ്ഞാണ് മേഫെയറിലെത്തിയത്. ആദ്യമാണ് അയാൾ അവിടെ. 3-ാം നിലയിലാണ് കോൺഫറൻസ് ഹാൾ. റിസപ്ഷന് മുമ്പിലെ വലിയ കറുത്ത ബോർഡിൽ കോൺഫറൻസ് ഹാളിലെ അന്നത്തെ പരിപാടികളുടെ വിവരം വെളുത്ത മുത്തുകൾ കൊണ്ടുള്ള അക്ഷരത്തിൽ പതിപ്പിച്ചിരിക്കുന്നു. അത് വായിച്ചു നിൽക്കെ ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കിയ അയാൾ റിസപ്ഷനിൽ തന്നെ നോക്കി ചിരിച്ചു നിൽക്കുന്ന ഒരു യുവാവിനെയാണ് കണ്ടത്. രവിയല്ലേ? രവികൃഷ്ണന് ആളെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നിയിട്ടാവാം. അയാൾ സംശയം തീർക്കാനായി കൗണ്ടറിൽ നിന്നിറങ്ങി അടുത്തു വന്നു. കീഴ്ത്താടിയിലെ ആ ചുഴി കണ്ടതും രവികൃഷ്ണൻ്റെ ഓർമ്മയിലേക്ക് നാട്ടിലെ പഴയ അയൽക്കാരനും സ്കൂൾമേറ്റും കയറി വന്നു. രമേശ്? യെസ്, അതേ രമേശ്. കീഴ്ത്താടിയിലെ ചുഴിയും പല്ലുകടിച്ചുള്ള ചിരിയും, ഇത് രണ്ടുമായിരുന്നു രമേശിൻ്റെ തിരിച്ചറിയൽ മുദ്രകൾ. വർഷങ്ങൾക്ക് അവയെ വിഴുങ്ങാനാവില്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞു. താനിവിടെ? രവികൃഷ്ണൻ ചോദിച്ചു. ഇവിടെയാണിപ്പോൾ, രമേശ് പറഞ്ഞു. പിന്നെ സ്വന്തം ജീവചരിത്രം ചുരുക്കി വിവരിച്ചു. 10 പാസ്സായ ശേഷമുള്ള നാടുവിടൽ, മുംബൈയിൽ അമ്മാമ്മനോട് പിണങ്ങി സ്വയം ജോലി തണ്ടൽ, പിന്നെ ജോലി കണ്ടെത്തൽ. എന്ത് ജോലി? അങ്ങനെയൊന്നുമില്ല, പല ജോലികൾ. ഒടുവിലാണ് ഈ ഫീൽഡിലെത്തിയത്. 8 കൊല്ലമായി ഹോട്ടൽ റിസപ്ഷനിസ്റ്റാണ്. നാട്ടിലാദ്യം ട്രിവാൻഡ്രത്തായിരുന്നു, കോവളത്ത്. ഈ സീറ്റിലെത്തിയിട്ട് ഇത് 3-ാം കൊല്ലം, 2ാമത്തെ ഹോട്ടൽ. ആദ്യ ഹോട്ടൽ നികുഞ്ചത്തിലായിരുന്നു. മേഫെയറിൽ ജോയിൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. എൻ്റെ ചരിത്രം. ഇനി നിൻ്റെ. രമേശ് പഴയ ചങ്ങാതിയുടെ മുഖത്തേക്ക് നോക്കി. എല്ലാം കേട്ട ശേഷം രവികൃഷ്ണൻ്റെ വളർച്ചയറിഞ്ഞ് തനിക്കൊട്ടും അത്ഭുതം തോന്നുന്നില്ലെന്ന് രമേശ് പറഞ്ഞു. വീട്ടുമുറ്റത്ത് ഗാർഡനിൽ വളരുന്ന ചെടിക്ക് നല്ല ആരോഗ്യവും ഭംഗിയും ഉണ്ടാവും. അത് സ്വാഭാവികം. ഞാൻ റോഡ് സൈഡിലെ കാട്ടുചെടിയായിരുന്നു. മിക്കപ്പോഴും നല്ല ചുട്ടുവെയിൽ. എപ്പോഴെങ്കിലും മഴ പെയ്താൽ കുടിവെള്ളം കിട്ടാം, അല്ലെങ്കിൽ വഴിപോക്കരുടെ ചൂടുമൂത്രം. കരിഞ്ഞു പോകാതെ ഇത്രയെങ്കിലും എത്തിയത് ആരുടെയോ മുൻജന്മ സുഹൃതം. പക്ഷേ ഹോട്ടൽ പണി കൊണ്ട് ഒരു മെച്ചമുണ്ടായി. അതെന്ത്? മാന്യന്മാരും മഹതികളുമായി ഷൈൻ ചെയ്യുന്ന പലരുടെയും റിയൽ മാന്യത വെറും പകൽ മാന്യത മാത്രമാണെന്ന് സത്യം മനസ്സിലായി. ഹോട്ടൽ മുറികളിലാണ് കുടുംബസ്ഥന്മാരുടെയും കുടുംബസ്ഥകളുടെയും മുഖംമൂടികൾ പൊളിഞ്ഞു വീഴുന്നത്. എത്ര അനുഭവങ്ങൾ! രവികൃഷ്ണന് സഹതാപമാണ് തോന്നിയത്. എവിടെ എത്തേണ്ടവനായിരുന്നു അന്നിവൻ നാടുവിട്ടില്ലായിരുന്നെങ്കിൽ. ലിഫ്റ്റിൽ താഴെ എത്തിയ ഒരു സഹാധ്യാപകനെ കണ്ടപ്പോഴാണ് സെൻഡ് ഓഫ് ചടങ്ങിൻ്റെ കാര്യം രവികൃഷ്ണൻ ഓർത്തത്. രമേശിനോട് യാത്ര പറഞ്ഞ് അയാൾ ലിഫ്റ്റിലേക്ക് 3-ാം നിലയിലേക്ക് പോയി. സ്വന്തം വിധിയുടെ മരവിച്ച മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്ന ശേഷം രമേശ് റിസപ്ഷനിലേക്ക് മടങ്ങി. അടുത്ത അധ്യായം നാളെ.